മിശിഹായിൽ ഏറ്റവും പ്രിയമുള്ളവരെ, ഇന്ന് ജൂൺ 1-ാം തീയതി. ഇന്നലെ നാം പന്തക്കോസ്ത തിരുനാൾ ആഘോഷിച്ചു. ഇന്ന് നാം പരിശുദ്ധ അമ്മയെ സഭയുടെ മാതാവായി അംഗീകരിക്കുകയും വണങ്ങുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു ദിവസം കൂടിയാണ്. ഇന്ന് പ്രത്യേകമായി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മുടെ വിചിന്തനത്തിനായി തിരുസഭ മാതാവ് നമുക്ക് നൽകിയിരിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 25 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങളാണ്. ഈ സുവിശേഷ ഭാഗത്തിന്റെ ആദ്യ ഭാഗം ഈശോ തന്റെ പിതാവായ ദൈവത്തെ സ്തുതിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, നീ ഈ കാര്യങ്ങൾ വിവേകികളിൽ നിന്നും വിജ്ഞാനികളിൽ നിന്നും മറച്ചു ശിശുക്കൾക്ക് വെളിപ്പെടുത്തതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവം ഏത് കാര്യമാണ് വിവേകികളിൽ നിന്നും ബുദ്ധിമാരിൽ നിന്നും മറച്ചു വെച്ചത്? അത് മറ്റൊന്നുമല്ല, ഈശോ ദൈവപുത്രനാണെന്നുള്ള സത്യമാണ്. എന്നാൽ ഈ സത്യം മനസ്സിലാക്കുവാനായിട്ട് ബുദ്ധിമാന്മാർ വിവേകികളും എന്ന് കരുതിയ അന്നത്തെ സമൂഹത്തിന് സാധിച്ചില്ല. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പലർക്കും അത് സാധിക്കുന്നില്ല. എന്നാൽ സമൂഹത്തിൽ ഏറ്റവും താഴേക്കിടയിലുള്ള ആരാലും അംഗീകരിക്കപ്പെടാത്ത പാപികളും രോഗികളും മുക്കുവന്മാരും ആയിട്ടുള്ള ശിഷ്യന്മാർക്ക് ഇത് മനസ്സിലാക്കുവാനായിട്ട് ഒരു പ്രയാസവും ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ പിതാവായ തോമാസ് ലീഹായ. ഉദ്ധിതനായ കർത്താവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ പിതാവായ തോമാസ് ലീഹ തന്റെ വിശ്വാസം പ്രഖ്യാപിക്കുകയാണ്. എന്റെ കർത്താവേ, എന്റെ ദൈവമേ. സുവിശേഷത്തിന്റെ 2-ാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഈശോ പറയുകയാണ്, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായവർ എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. വിശുദ്ധ പൗലോസ് ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തില് 6-ാം അധ്യായം 2-ാം തിരുവചനത്തിലെ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: പരസ്പരം ഭാരങ്ങൾ വഹിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ നിയമം പൂർത്തീകരിക്കുവിനെന്ന്. അതിനാൽ നമ്മുടെ സഹോദരങ്ങളുടെ വേദനകളില് ദുഃഖങ്ങളില് ആശ്വാസമായി അവരുടെ ഭാരങ്ങൾ താങ്ങുവാനായിട്ട്, അങ്ങനെ മറ്റൊരു ക്രിസ്തുവായി ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഏറ്റവും എളിമയോടും വിനയത്തോടും കൂടെ ഈശോയെ നമ്മുടെ രക്ഷകനും നാഥനും ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനാണെന്നും എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്നും നമ്മുടെ അധരങ്ങളിലൂടെയും നമ്മുടെ ജീവിതത്തിലൂടെയും ഏറ്റുപറയുവാനുള്ള കൃപയ്ക്കായിട്ട് അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.